ഹായ് വിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാജസ്ഥാനിലെത്തിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമ്മളിവിടെ ഒരു മലയാളിക്കടയുണ്ട്, അവിടോട്ടാണ് പോയത്. നമ്മൾ ശ്രീ ചെന്നൈ മാൾ എന്നാണ് കടയുടെ പേര്. അപ്പം അവിടെ നമുക്ക് കേരളത്തിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മിക്ക സാധനങ്ങൾ കിട്ടും. ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വരാറാകുന്നതേ ഉള്ളൂ. നമ്മൾ ഓണത്തിന് കുറച്ച് ദിവസം മുമ്പാണ് പോയത്. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗ്രോസറി ഐറ്റംസ് എല്ലാം കിട്ടും. പിന്നെ നമുക്ക് കേരളത്തിൽ നിന്നുള്ള സാധനങ്ങൾ, അരിയും വെളിച്ചെണ്ണയും തേങ്ങയും കപ്പയും എല്ലാം കിട്ടും അവിടെ. അപ്പോൾ നമ്മൾ വന്നിട്ട് ആദ്യത്തെ പർച്ചേസ് ആയിരുന്നു അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു വീഡിയോയും കൂടെ എടുത്ത് കാണിക്കാമെന്ന്. പിന്നെ നമുക്ക് പൊറോട്ടയൊക്കെ കിട്ടും അവിടെ. പിന്നെ നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഒരു പച്ചക്കറിയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി കട അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ പച്ചക്കറിയും വാങ്ങിക്കാം, ഗ്രോസറി ഐറ്റംസും എല്ലാം വാങ്ങിക്കാം. ശ്രീ ചെന്നൈ മാൾ എന്നാണ് കടയുടെ പേര്. വിലയൊക്കെ ഇത്തിരി അത്യാവശ്യം ഉണ്ട്. ഒരു തേങ്ങയ്ക്ക് 75 രൂപയും അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അരി വാങ്ങിച്ചായിരുന്നു 5 കിലോയുടെ പാക്കറ്റ്. പിന്നെ കുറച്ച് മേത്തി, റസ്ക്, അങ്ങനെ പിള്ളേർക്ക് വേണ്ടുന്നത്, പിന്നെ സൂചി, അങ്ങനെ കുറച്ച് പായസം മിക്സ്, നമുക്ക് ഓണത്തിന് പായസം വെക്കാനൊരു പായസം മിക്സും, പിന്നെ കുറച്ച് കടലയും മട്ടറും മഞ്ഞൾപ്പൊടിയും, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ വിലയൊക്കെ അത്യാവശ്യം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ സാധനം കിട്ടുമ്പം അതല്ലേ നല്ലത്. അങ്ങനെ കാജുവും ബദാമും മസാല, പാസ്തയുടെ മസാലയും, പിന്നെ പിള്ളേരുടെ അടുത്ത് ഒരു ഐസ്ഡ് ടീയും ഐസ്ഡ് കോഫിയും, പിന്നെ രാജ്മ വാങ്ങിച്ചായിരുന്നു. അത് കുറേ നാളായിരുന്നു കറി വെച്ചിട്ട്. അങ്ങനെ പിന്നെ കപ്പയുടെ ചിപ്സ് കിട്ടിയായിരുന്നു. പിന്നെ ഇത് കുഞ്ഞുപഴം, ചെറുപഴം, അത് കിലോ 120 അപ്പോൾ നമ്മൾ കുറച്ചെടുത്തായിരുന്നു അത്. അപ്പം ആദ്യമായിട്ട് പോയപ്പോൾ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിന് അങ്ങനെ എടുത്തതാണ്. പിന്നെ നമുക്ക് ചിപ്സ് കിട്ടിയായിരുന്നു, ഓണത്തിനൊക്കെയുള്ള ചിപ്സ്. ഓണത്തിന് ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട്. അപ്പം അന്നത്തേക്കത് പകുതിയാവും, തീരാറാവും. പിന്നെ നമ്മൾ 2 തേങ്ങ, നാട്ടിലെ തേങ്ങയല്ല ഇത്, ഇവിടെ 35 രൂപയ്ക്ക് കിട്ടുന്നത്. ഇത് പിന്നെ ഒരു കൊട്ടത്തേങ്ങ, അതിനകത്ത് ഒന്നുമില്ല, ഉണങ്ങിയതായിട്ടുള്ളൊരു തേങ്ങ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ചായിരുന്നു. തേങ്ങയ്ക്ക് ഇവിടുത്തെ നമ്മൾ നോർമലായിട്ട് വാങ്ങിക്കുന്ന തേങ്ങ 35 രൂപയ്ക്കൊക്കെ കിട്ടും. അവിടെ നമ്മൾ നാട്ടിലെ ഒരു തേങ്ങയ്ക്ക് അവിടെ 75 രൂപയാണ് വില. പിന്നെ കുറച്ച് ഫ്രൈസ്, സ്മൈലീസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് കപ്പയും കൂടെ കിട്ടി. പിന്നെ നമുക്ക് സദ്യക്ക് കഴിക്കാനുള്ളത് വാഴയിലക്കകത്ത് കഴിക്കണ്ടേ, അപ്പം വാഴയിലയും വാങ്ങിച്ചിട്ട് പോയിരുന്നു. അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഷോപ്പിങ്ങിന് പോയതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.